സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദശാവതാരം എന്നത് ദൈവത്തിൻ്റെ 10 മഹത്തായ പുനരാവിഷ്കാരങ്ങളാണ്. ധർമ്മം നിലനിർത്താനും ദുഷ്ടശിക്ഷയ്ക്കും സദ്ഗുണങ്ങളുടെ സംരക്ഷണത്തിനുമായി മഹാവിഷ്ണു പുനർജനിച്ച 10 രൂപങ്ങളെക്കുറിച്ച് അറിയാം. ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. പ്രാചീന കാലത്ത് പ്രളയം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നറിയാതെ മനുമഹർഷി തപസ്സിലായിരുന്നു. ജീവജാലങ്ങളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുവാനായി പ്രജാപതിയുടെ കൈക്കുമ്പിളിൽ മത്സ്യം അവതരിച്ചു. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശങ്ങൾ നൽകി. മത്സ്യത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രളയത്തിൽ ജീവൻ രക്ഷിച്ചത്. പ്രളയജലത്തിൽ ജീവജാലങ്ങളെ എല്ലാം ഒരു നൗകയിലാക്കി മത്സ്യം രക്ഷിച്ചു എന്നാണ് കഥ. ആദ്യത്തെ അവതാരമായി കണക്കാക്കുന്നത് മത്സ്യത്തെയാണ്. രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം. ക്ഷീരസാഗര മഥനത്തിനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതം നേടാൻ ശ്രമിച്ചപ്പോൾ പർവ്വതം മലയിൽ നിന്ന് താഴേക്ക് മുങ്ങാൻ തുടങ്ങി. പർവ്വതത്തെ താങ്ങാനായി വിഷ്ണു ഒരു വലിയ കൂർമ്മമായി അവതരിച്ചു. കൂർമ്മത്തിൻ്റെ പുറത്ത് പർവ്വതം താങ്ങി മഥനം തുടരുകയായിരുന്നു. മൂന്നാമത്തെ അവതാരമാണ് വരാഹ അവതാരം. വരാഹ അവതാരത്തിൽ മഹാവിഷ്ണു ഈ ലോകത്ത് ഒരു പന്നിയുടെ രൂപത്തിൽ അവതരിക്കുന്നു. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുകയും ഒരു മൃഗത്തിനോ മനുഷ്യനോ ദൈവത്തിനോ അവനെ കൊല്ലാൻ കഴിയാത്ത വിധത്തിലുള്ള വരം നേടുകയും ചെയ്തു. എന്നാൽ മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് പന്നിയുടെ പേര് അപ്രത്യക്ഷമായി. തുടർന്ന് അദ്ദേഹം ലോകമെമ്പാടും കൊള്ളയടിക്കാൻ തുടങ്ങി. അവൻ ലോകത്തെ കടലിനടിയിലേക്ക് തള്ളിവിട്ടു. വേദങ്ങൾ വീണ്ടെടുക്കുന്നതിനും ലോകത്തെ രക്ഷിക്കുന്നതിനുമായി മഹാവിഷ്ണു ഒരു പന്നിയുടെ വേഷം ധരിച്ച് സമുദ്രത്തിനടിയിൽ നിന്ന് ഭൂമിയെ തൻ്റെ 2 കൊമ്പുകൾ ഉപയോഗിച്ച് പുറത്തെടുത്തു. പിന്നീട് അത് ഹിരണ്യാക്ഷനെ വധിക്കുകയും അസുരനിൽ നിന്ന് വേദങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം. നരസിംഹ അവതാരത്തിൽ മഹാവിഷ്ണു ഈ ലോകത്ത് ഒരു അർത്ഥമനുഷ്യനായി അർത്ഥസിംഹമായി അവതരിക്കുന്നു. അസുരന്മാരുടെ രാജാവായ ഹിരണ്യകശിപൻ അനശ്വരനാകാൻ ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ബ്രഹ്മാവിനെ ധ്യാനിക്കുകയും വരം നേടുകയും ചെയ്തു. താനൊരു മനുഷ്യനാലെയോ മൃഗത്താലെയോ പകലോ രാത്രിയോ കെട്ടിടത്തിനകത്തോ പുറത്തോ കൊല്ലപ്പെട്ടിരുന്ന ഹിരണ്യകശിപൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ വിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനായിരുന്നു. ഇത് ഹിരണ്യകശിപനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. രോഷാകുലനായ ഒരിക്കൽ പ്രഹ്ലാദനോട് മഹാവിഷ്ണുവിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടു. പ്രഹ്ലാദൻ പറഞ്ഞു, അവൻ എല്ലായിടത്തുമുണ്ട്. കൂടുതൽ രോഷാകുലനായ ഹിരണ്യകശിപൻ ഒരു സ്തംഭത്തെ ഇടിച്ചു. ഭഗവാൻ അവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് പാതി മനുഷ്യനായി വിഷ്ണു അർത്ഥസിംഹമായി ഉയർന്നു. തുടർന്ന് അദ്ദേഹം ഹിരണ്യകശിപനെ വധിക്കുകയും അങ്ങനെ തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ അവതാരമാണ് വാമനാവതാരം. മഹാബലി എന്ന അസുര രാജാവ് ലോകം മുഴുവൻ കീഴടക്കി. അവൻ്റെ അഭിമാനം ശമിപ്പിച്ച് ഭൂമിയും സ്വർഗവും ദേവന്മാർക്ക് തിരിച്ചു നൽകാനായി വിഷ്ണു വാമനൻ്റെ രൂപം സ്വീകരിച്ചു. വാമനാവതാരത്തിൽ മഹാവിഷ്ണു ഈ ലോകത്ത് ഒരു കുള്ളൻ പുരോഹിതനായി അവതരിച്ചു. മഹാബലി വാമനന് 3 അടി ദാനം ചെയ്തതോടെ വിഷ്ണു തൻ്റെ മഹത്തായ ത്രിവിക്രമ രൂപം സ്വീകരിച്ചു. ഭൂമിയും ആകാശവും അടക്കി. ആറാമത്തെ അവതാരമാണ് പരശുരാമ അവതാരം. കാർമികരായ ക്ഷത്രിയർ ലോകം മുഴുവൻ അധർമ്മം അവരെ സംഹരിക്കാൻ വിഷ്ണു പരശുരാമൻ്റെ രൂപം സ്വീകരിച്ചു. 21 പ്രാവശ്യം അദ്ദേഹം ക്ഷത്രിയന്മാർക്കെതിരെ യുദ്ധം നടത്തി ധർമ്മം പുനഃസ്ഥാപിച്ചു. രാമാവതാരം. ശ്രീകൃഷ്ണൻ വിജയത്തിൻ്റെ പ്രതീകമാണ്. രാവണൻ എന്ന അമാനുഷിക ശക്തിയെ തകർത്ത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധാർമ്മികതയെയും സ്നേഹത്തെയും പ്രകടിപ്പിച്ച് രാമാവതാരം ആദർശത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്നു. ബലരാമ അവതാരം. ശ്രീകൃഷ്ണൻ്റെ മുതിർന്ന സഹോദരനായ ബലരാമൻ ഹലായുധൻ്റെ രൂപം സ്വീകരിച്ച് ഭൂമിയുടെ പവിത്രത സംരക്ഷിച്ച് പച്ചപ്പും പരിസ്ഥിതി സംരക്ഷണവും ഈ അവതാരത്തിൻ്റെ പ്രധാന സന്ദേശമായിരുന്നു. കൃഷ്ണാവതാരം.
കൃഷ്ണൻ ഭാരതത്തിൻ്റെ ഏറ്റവും മികച്ച പ്രതീകങ്ങളിൽ ഒന്നാണ്. ഗോവർദ്ധനമല ഉയർത്തി കൃഷ്ണൻ തൻ്റെ ആരാധകരെ രക്ഷിച്ചു. മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് വേണ്ടി നിലകൊണ്ടും ഭഗവത്ഗീതയുടെ സന്ദേശം നൽകിയും വിഷ്ണു കൃഷ്ണാവതാരത്തിലൂടെ ലോകത്തെ ഭക്തിയുടെ വഴിയിൽ നയിച്ചു. അവസാന അവതാരമാണ് കൽക്കി. കൽക്കി അവതാരം ഭാവിയിൽ വരാനിരിക്കുന്നതാണ്. ലോകം പൂർണ്ണമായും അധർമ്മത്തിൽ ആകുമ്പോൾ ദൈവം കൽക്കി എന്ന അവതാരം എടുത്ത് ധർമ്മം പുനഃസ്ഥാപിക്കും എന്നാണ് വിശ്വാസം. വിഷ്ണുവിൻ്റെ ഓരോ അവതാരവും ലോകത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടുള്ള ദൈവിക ഇടപെടലാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഈ കഥകൾ മഹത്തായ പ്രചോദനങ്ങളാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.